നമ്മുടെ ദേശീയോത്സവം കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒരുപോലെ കൊണ്ടാടുന്ന ഒരു ആഘോഷമാണ് തിരുവോണം. ചിങ്ങമാസത്തിലാണ് ഓണം ആഘോഷിക്കപ്പെടുന്നത്. ചിങ്ങം എന്നതു മലയാളത്തിലെ ആദ്യ മാസമാണ്. കേരളീയർ വസിക്കുന്ന ഇതര പ്രദേശങ്ങളിലും ഓണം ആർഭാടപൂർവം കൊണ്ടാടാറുണ്ട്. ഈ ദേശീയോത്സവത്തിന്റെ ആവിർഭാവത്തെപ്പറ്റി പല ഐതിഹ്യങ്ങളുമുണ്ട്. അതിലൊന്നു മഹാബലിയോടു ബന്ധപ്പെട്ടതാണ്. കേരളം ഭരിച്ചിരുന്ന ഒരു അസുര ചക്രവർത്തിയായിരുന്നു മഹാബലി. പ്രജകളെ അദ്ദേഹം വളരെ സ്നേഹിച്ചിരുന്നു. അന്നത്തെ കേരളത്തെക്കുറിച്ചുള്ള ഒരു പാട്ടു നോക്കുക. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങൾക്കും മറ്റൊന്നുമില്ല, കള്ളവുമില്ല ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം, കള്ളപ്പറയും ചെറുനാളിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. എന്ത് നല്ല കാലം, സന്തോഷം നിറയെ ജീവിതം, ജനങ്ങൾ തമ്മിൽ സ്നേഹിച്ചും വിശ്വസിച്ചും കഴിഞ്ഞു. എന്നാൽ ഇതൊന്നും ദേവന്മാർക്ക് ഇഷ്ടമായില്ല. അവർ വിഷ്ണുവിനെ ചെന്നു കണ്ടു സങ്കടം ഉണർത്തിച്ചു. മഹാബലി ദേവലോകം പിടിച്ചെടുക്കുവാൻ ആലോചിക്കുകയാണ്. അവന്റെ അഹങ്കാരം ശമിപ്പിക്കണം. ദേവന്മാരുടെ പ്രാർത്ഥന ഫലിച്ചു. മഹാവിഷ്ണു വാമനനായി അവതരിച്ചു. വാമനൻ ഒരു നാൾ ബലിയുടെ മുന്നിലെത്തി. ഒരു ആശ്രമം പണിയുന്നതിനു 3 അടി ഭൂമി നൽകണമെന്നു ചക്രവർത്തിയോടു യാചിച്ചു. 3 അടി അളന്നെടുത്തു കൊള്ളാൻ മഹാബലി സമ്മതിച്ചു. വാമനൻ പെട്ടെന്നു മാനമുട്ടെ വളർന്നു. ഒരു ചുവട് കൊണ്ട് ഭൂമിയും മറ്റൊന്നുകൊണ്ട് സ്വർഗവും അളന്നെടുത്ത ശേഷം അടുത്ത ചുവട് എവിടെ വെക്കുമെന്നു എന്നു ചോദിച്ചു. മഹാബലി തന്റെ ശിരസ്സു കാണിച്ചു കൊടുത്തു. അതോടെ അദ്ദേഹം പാതാളത്തിലേക്കു താഴ്ന്നുപോയി. എന്നാൽ വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ വന്നു കണ്ടുകൊള്ളാൻ വിഷ്ണു മഹാബലിക്ക് അനുവാദം നൽകി. അങ്ങനെ കേരള മക്കളെ കാണാനെത്തുന്ന മഹാബലിയെ
സ്വീകരിക്കാനാണു നാം ഓണം ആഘോഷിക്കുന്നത്രേ. താങ്ക് യു.